Welcome to PSC Education Aspiration. ഇന്ന് ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി സെഷൻ ഉൾപ്പെടുന്ന ഒരു ക്ലാസ് ആണ് തരാനായിട്ട് പോകുന്നത്. ഇതിനു മുൻപ് ഗ്രാമർ സെക്ഷൻ ഉൾപ്പെടുന്ന 5ഓളം ക്ലാസ്സുകൾ ഞാൻ തന്നിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം PSC മേഖലയിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ വൊക്കാബുലറി സെഷനിലെ കംപ്ലീറ്റ് ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത് സാധ്യമായ ഒരു കാര്യമേ അല്ല. എനിക്ക് തോന്നുന്നു വൊക്കാബുലറി സെഷനിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും എല്ലാ വേർഡ്സും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. അവിടെ ഒരു സ്മാർട്ട് വർക്ക് ആയിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വൊക്കാബുലറി സെഷൻ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറേ പഠിച്ചു കഴിയുമ്പോൾ എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസും ആയിരിക്കും ഞാൻ ഈ ഭാഗത്ത് ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത് വേഗത്തിൽ നമുക്ക് തീരുകയുമുള്ളൂ. അത് മാത്രമായിരിക്കും ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മേഖലയിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആന്റണീംസ്, സിനണീംസ്, ഫോറിൻ വേർഡ്സ്, ഫ്രേസൽ വെർബ്സ്, ഇങ്ങനെ കുറച്ച് വീതം നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ ആന്റണീംസ് ആണ് പഠിക്കുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏതാണ്ട് 10ഓളം ആന്റണീംസ്, 10 ആന്റണീംസ്, അതുപോലെ തന്നെ 10 സിനണീം, 10 ഫോറിൻ വേർഡ്സ് അല്ലെങ്കിൽ 10 കൂടുതൽ ഫോറിൻ വേർഡ്സ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആന്റണീംസ് ഏതൊക്കെയാണ് പ്രീവിയസ് ആയിട്ടുള്ളതാണ്. എന്റെ കൂടെ പഠിച്ചു പോണേ 10 എണ്ണേ ഉള്ളൂ. ആ 10 എണ്ണ ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് വെറ്ററൻ. എന്താ വെറ്ററൻ എന്ന് പറഞ്ഞാല് ഏത് കാര്യത്തിലും വെറ്ററൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയും അല്ലെ. അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ് വെറ്ററൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത്ര എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാർ അല്ലെ, പുതുതായിട്ട് വന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്രയും കഴിവില്ലാത്ത ആൾക്കാരൊക്കെയാണ്, ആദ്യമായിട്ട് ചേരുന്ന ആൾക്കാരെയൊക്കെ നോവൈസ് എന്ന് പറയും. വെറ്ററിന്റെ ഓപ്പോസിറ്റ് ആന്റണീം എന്താണ്? നോവൈസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ മൊത്തവും. അപ്പോൾ ഓർത്ത് വെക്കുക, വെറ്ററൻ ഓപ്പോസിറ്റ് എന്താണ്? നോവൈസ്. നെക്സ്റ്റ് സെനിത്ത്. സെനിത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള, മൂർധന്യാവസ്ഥയിലുള്ള, ഉച്ചസ്ഥിതിയിലുള്ള, ഏറ്റവും ഹൈറ്റിലുള്ള എന്നൊക്കെ നമുക്ക് ഉയർന്ന മൂല്യമുള്ള എന്നൊക്കെ പറയാൻ പറ്റും. സെനിത്ത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നടിയർ. നടിയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ എന്താ? ഏറ്റവും താഴ്ചയുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ആ ഒരു ലെവൽ ഓഫ് മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, വെറ്ററൻ ഓപ്പോസിറ്റ് എന്താണ്? നോവൈസ്. നെക്സ്റ്റ് സെനിത്ത് ഓപ്പോസിറ്റ് എന്താണ്? നടീർ. സെനിത്ത്, നടീർ. നെക്സ്റ്റ് ഇൻവെയ്ഡ്. ഇൻവെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കുക, അധികരിച്ച് കയറുക അല്ലെങ്കിൽ ആക്രമിച്ച് കടന്നു കയറുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആക്രമിക്കുക എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡിഫെൻഡ് അല്ലെ. ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധിച്ച് നിൽക്കുക. ഇൻവെയ്ഡ്, ഡിഫെൻഡ്. നെക്സ്റ്റ് സ്റ്റാഗ്നന്റ്. സ്റ്റാഗ്നന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിശ്ചലമായിട്ടിരിക്കുന്ന, ചലിക്കാതെ സ്ഥിരമായിട്ടിരിക്കുന്ന, നിശ്ചലമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് സ്റ്റാഗ്നന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മൊബൈൽ. സ്റ്റാഗ്നന്റ്, മൊബൈൽ, ചലിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ അല്ല, സ്റ്റാഗ്നന്റ്, മൊബൈൽ. നെക്സ്റ്റ് സ്പിരിച്വൽ. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആത്മീയമായ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അതിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ ഈ പറഞ്ഞ ശാരീരികമായ അല്ലെങ്കിൽ ഫിസിക്കലി അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ എന്താ പറയാ? കർണാൽ. സ്പിരിച്വൽ ഓപ്പോസിറ്റ് എന്താ? കർണാൽ. സ്പിരിച്വൽ, കർണാൽ. നെക്സ്റ്റ് ബെസ്റ്റോ. ബെസ്റ്റോ എന്ന് പറയുമ്പോൾ അനുഗ്രഹം ചൊരിയുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പാരിതോഷികങ്ങൾ നൽകുക അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ബെസ്റ്റോ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒരാളെ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ആശീർവദിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സമ്മാനം നൽകുക എന്നൊക്കെ പറയാൻ പറ്റും. ടേക്ക് എവേ, അതായത് റിജക്ട് ചെയ്യുക അല്ലെ. ടേക്ക് എവേ. അപ്പോൾ ബെസ്റ്റോ, ടേക്ക് എവേ. ബെസ്റ്റോ, ടേക്ക് എവേ. നെക്സ്റ്റ് ഇൻഫീസിബിൾ. ഇൻഫീസിബിളിന്റെ ഓപ്പോസിറ്റ് പ്രാക്ടീസബിൾ, അതായത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന. അപ്പോൾ ഇൻഫീസിബിളിന്റെ മീനിങ് എന്താ? പ്രാവർത്തികമാക്കാൻ കഴിയാത്തതായിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നടത്താൻ കഴിയാത്തതായിട്ടുള്ള. അപ്പൊ ഇൻഫീസിബിൾ, പ്രാക്ടീസബിൾ. ബെസ്റ്റോ, ടേക്ക് അവേ. നെക്സ്റ്റ് ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ ഓപ്പോസിറ്റ് യുവോളജിസ്റ്റിക്. യുവോളജിസ്റ്റിക്. ക്രിട്ടിക്കൽ, യുവോളജിസ്റ്റിക്. ക്രിട്ടിക്കൽ, യുവോളജിസ്റ്റിക് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലിന്റെ മീനിങ് എന്താ? എന്തെങ്കിലും വിമർശനം നടത്തുക. അപ്പോൾ യുവോളജിസ്റ്റിന്റെ മീനിങ് എന്താ? പ്രൈസ് ചെയ്യുക, അവരെ പ്രശംസിക്കുക, സ്തുതി പാടുക എന്നൊക്കെ നമുക്ക് മീനിങ് പറയാം. ക്രിട്ടിക്കൽ, യുവോളജിസ്റ്റിക്. നെക്സ്റ്റ് അനലൈസ്. അനലൈസ് ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് സിന്തസൈസ്. അനലൈസ്, സിന്തസൈസ്. നെക്സ്റ്റ് ആക്ഷൻ,
ഇനാക്ഷൻ, ഇതെല്ലാവർക്കും അറിയായിരിക്കും. ആക്ഷൻ, ഇനാക്ഷൻ, ഇതൊക്കെ തന്നെയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 10 എണ്ണം. ഒന്നും കൂടി ഞാൻ പറയാം. വെറ്ററൻ, നൊവൈസ്, പറഞ്ഞേ കൂടെ. സെനിത്ത്, നടീർ. ഇൻവെയ്ഡ്, ഡിഫൻഡർ. സ്റ്റാഗ്നന്റ്, മൊബൈൽ. സ്പിരിച്വൽ, കർണാൽ. ബെസ്റ്റോ, ടേക്ക് അവേ. ഇൻഫീസിബിൾ, പ്രാക്ടീസബിൾ. ക്രിട്ടിക്കൽ, ഉവോളജിസ്റ്റിക്. നെക്സ്റ്റ് അനലൈസ്, സിന്തസൈസ്. ആക്ഷൻ, ഇനാക്ഷൻ. അപ്പോൾ ഈ 10 ആന്റണിംസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഈ 10 എണ്ണവും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് സിനോണിം നോക്കാം, പര്യായ പദങ്ങൾ. ക്യൂരിയോസിറ്റി, മീനിങ് എന്താ? ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആഗ്രഹമാണ് അല്ലെ ക്യൂരിയോസിറ്റി. അപ്പോൾ ക്യൂരിയോസിറ്റിയുടെ സെയിം മീനിങ് വരുന്ന മറ്റൊരു വേർഡ് ആണ് ഇൻക്യൂസിറ്റീവ്നെസ്. ഇൻക്യൂസിറ്റീവ്നെസ്, ക്യൂരിയോസിറ്റി, ഇൻക്യൂസിറ്റീവ്നെസ്. നെക്സ്റ്റ് പ്ലിഥോറ. പ്ലിഥോറ, പ്ലിഥോറ എന്ന് പറഞ്ഞാല് ധാരാളമായിട്ടുള്ള, ധാരാളം എന്താ സുലഭമായിട്ടുള്ള, ഇഷ്ടം പോലെയുള്ള അല്ലെങ്കിൽ വലുതായിട്ടുള്ള അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് പ്ലിഥോറയ്ക്ക് വരുന്നത്. പ്ലിഥോറ മീൻസ് അതിന്റെ ഇവിടെ സിനോണിമായിട്ട് ചോദിച്ചിട്ടുള്ളത്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അബൻഡൻസ് ആണ്. അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് സുലഭമായിട്ടുള്ളതെന്നല്ലേ. ഓക്കെ, പ്ലിഥോറ, അബൻഡൻസ്. നെക്സ്റ്റ് മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രകടമായിട്ടുള്ളത്, പരസ്യമായിട്ടുള്ളത്, അങ്ങനെ ഒരു മീനിങ് ആ വരിക. മാനിഫെസ്റ്റ്, ഡിസ്പ്ലേ. മാനിഫെസ്റ്റ്, ഡിസ്പ്ലേ. നെക്സ്റ്റ് ആംബിൾ. ആംബിൾ എന്ന് പറഞ്ഞാൽ വിശാലമായ, വലുതായിട്ടുള്ള അങ്ങനെ ഒരു മീനിങ് ആ വരിക. അപ്പോൾ അതിന്റെ സിനോണിമായിട്ട് ചോദിച്ചിട്ടുള്ളത് സ്പേഷ്യസ് ആണ്. ആംബിൾ, സ്പേഷ്യസ്. നെക്സ്റ്റ് ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ, ക്ലാൻഡസ്റ്റൈൻ നല്ലൊരു വേർഡാണ്. ക്ലാൻഡസ്റ്റൈൻ ചോദിക്കാൻ പറ്റിയ ഒരു വേർഡ് ചോദിച്ചിട്ടുള്ളതാണ്. ക്ലാൻഡസ്റ്റൈൻ മീൻസ് രഹസ്യമാണ്, സീക്രട്ട്. ക്ലാൻഡസ്റ്റൈൻ, സീക്രട്ട്. നെക്സ്റ്റ് ബാരൻ. ബാരൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താ, ഈ പറഞ്ഞ ഫലപുഷ്ടി ഇല്ലാത്ത അല്ലെങ്കിൽ ഉൽപാദന ശേഷി ഇല്ലാത്ത അല്ലെ, ബാരൻ ലാൻഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ബാരൻ അതിന്റെ സെയിം മീനിങ് വരുന്ന സിനോണിമാണ് സ്റ്റെറൈൽ. അതിന്റെ സിനോണിമാണ് സ്റ്റെറൈൽ. ബാരൻ, സ്റ്റെറൈൽ. നെക്സ്റ്റ് സെലിബ്രിറ്റി. സെലിബ്രിറ്റി, ഫെയിം. സെലിബ്രിറ്റി അറിയാലോ, ഫെയിം. ഇനി എപ്പിലോഗ്. എപ്പിലോഗിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും ഈ പറഞ്ഞൊരു പുസ്തകത്തിന്റെ ആണെങ്കിൽ ക്ലോസിംഗ് സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു നാടകത്തിന്റെ ആണെങ്കിൽ ക്ലോസിംഗ് സെക്ഷൻ. അപ്പൊ ഈ പറഞ്ഞ എപ്പിലോഗ്, ക്ലോസിംഗ് സെഷൻ. എപ്പിലോഗ്, ക്ലോസിംഗ് സെഷൻ. അപ്പൊ ഈ എപ്പിലോഗിന്റെ ഓപ്പോസിറ്റ് കൂടി, ആന്റണിയും കൂടി പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. പ്രൊലോഗ്, ആമുഖം. പ്രിഫൈസ്, പ്രൊലോഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രിഫൈസ്, പ്രൊലോഗ്. എപ്പിലോഗിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രൊലോഗ്, പ്രിഫൈസ്. അപ്പൊ എപ്പിലോഗ് ക്ലോസിംഗ് സെക്ഷൻ ആണെങ്കിൽ പ്രൊലോഗ് എന്താണ്? ഓപ്പണിംഗ് സെക്ഷൻ അല്ലെ. ഓക്കെ, എപ്പിലോഗ് ക്ലോസിംഗ് സെക്ഷനും പ്രൊലോഗ് ഓപ്പണിംഗ് സെക്ഷനുമാണ്. നെക്സ്റ്റ് ടെനാസിറ്റി. ടെനാസിറ്റി, ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ മർക്കട മുഷ്ടി, നിർബന്ധ ബുദ്ധി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സ്റ്റബേൺനെസ് അല്ലെ, അതായത് മർക്കട മുഷ്ടി എന്നൊക്കെ പറയാൻ പറ്റും. ടെനാസിറ്റി, സ്റ്റബേൺനെസ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ തന്നെ വേറൊരു സെയിം മീനിങ് ആണ് ഫേംനെസ്. ടെനാസിറ്റി ആ ഒരു ഉറപ്പിനെ കാണിക്കുകയാണ്. ടെനാസിറ്റി, ഫേംനെസ്, ഫേംനെസ് ആണ്. നെക്സ്റ്റ് ഹെയർലൂം. ഒരു പ്രീവിയസ് എക്സാമിന് ചോദിച്ചതാണ് ഹെയർലൂം. ഹെയർലൂമിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് ഹാസ് ബീൻ ഇൻ ഫാമിലി ഫോർ ജനറേഷൻ. അതായത് പരമ്പരാഗതമായിട്ട് കൈവരുന്ന സ്വത്തുക്കൾ, നമ്മൾ പറയത്തില്ലേ പാരമ്പര്യ സ്വത്തുക്കൾ, അല്ലെങ്കിൽ അവകാശികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പിന്നീടുള്ള ജനറേഷന് കിട്ടേണ്ടതായിട്ടുള്ള സ്വത്തുക്കൾ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയാറുള്ളത്? ഹെയർലൂം എന്ന് പറയാറുള്ളത്. അപ്പോൾ ഹെയർലൂം ഒരു പ്രീവിയസ് എക്സാമിന് ചോദിച്ചതാണ്. എ പീസ് ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് ഹാസ് ബീൻ ഇൻ ഫാമിലി ഫോർ ജനറേഷൻ ആണ് ഹെയർലൂം എന്ന് പറയാറുള്ളത്. ഞാൻ ഒരു തവണയും കൂടി വായിക്കാം. ക്യൂരിയോസിറ്റിയുടെ കൂടെ പറയൂ. ക്യൂരിയോസിറ്റി, ഇൻക്യൂസിറ്റീവ്നെസ്. പ്ലിഥോറ, അബൻഡൻസ്. മാനിഫെസ്റ്റ്, ഡിസ്പ്ലേ. ആംബിൾ, സ്പേഷ്യസ്. ക്ലാൻഡസ്റ്റൈൻ, സീക്രട്ട്. ബാരൻ, സ്റ്റെറൈൽ. സെലിബ്രിറ്റി, ഫെയിം. എപ്പിലോഗ്, ക്ലോസിംഗ് സെക്ഷൻ. എപ്പിലോഗിന്റെ അതിന്റെ ഓപ്പോസിറ്റ് എന്താ ഞാൻ പറഞ്ഞത്? പ്രലോഗ്. ടെനാസിറ്റി, ഫേംനെസ് അല്ലെങ്കിൽ സ്റ്റബേൺനെസ്. ഹെയർലൂം, a piece of property that has been in family for generation. അപ്പോൾ 10 സിനോണിമും 10 ആന്റണിമുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഫ്രേസൽ വെർബ്സ് ആണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്രേസൽ വെർബ്സ് ചോദിച്ചിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത് പുട്ടിലും ലുക്കിലും അതുപോലെ തന്നെ അല്ലെ പുട്ടപ്പ്, പുട്ട് അങ്ങനെയൊക്കെ വരുന്ന പുട്ടോൺ,
അതുപോലെ തന്നെ കോളിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബ്സ്, അതുപോലെ തന്നെ ലുക്കിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബ്സ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ റെയറായിട്ട് ചോദിച്ചിട്ടുള്ള ചില കേസസും ഉണ്ട്. അപ്പോൾ ആ റെയറായിട്ടുള്ള ചിലത് പഠിച്ചു വെക്കാൻ പറ്റുന്ന ചില കേസസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം പഠിച്ചു വെക്കാം. പുട്ടും കോളും ലുക്കും ഒക്കെ തന്നെ നമുക്ക് പഠിക്കാം. അതിന് മുൻപായിട്ട് റെയറായിട്ട് ചോദിച്ചിട്ടുള്ള ചില കേസസ് ആണ് ആദ്യം പഠിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് 2 ഫ്രേസൽ വെർബ്സ്, ഒന്ന് മേക്ക് ചേർത്ത് വരുന്ന കുറച്ച് ഫ്രേസൽ വെർബ്സും അതുപോലെ തന്നെ ടേൺ ചേർത്ത് വരുന്ന ഒരു 3-4 ഫ്രേസൽ വെർബ്സും അത് മാത്രമേ ഇന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ആദ്യം മേക്ക് വരുന്നതാണ്. മേക്ക് ഫോർ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, എന്തെങ്കിലും സംഭാവന ചെയ്യുക, അല്ലെങ്കിൽ റഷ് ടുവേർഡ്സ്, യാത്ര പോവുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മീനിങ് വരിക. മേക്ക് ഫോറിന്റെ മീനിങ് എന്താ? കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ റഷ് ടുവേർഡ്സ്, യാത്ര പോവുക, എന്തെങ്കിലും സംഭാവന ചെയ്യുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഏത് ഫ്രേസൽ വെർബ് ആയിരിക്കും? മേക്ക് ഫോർ, കോൺട്രിബ്യൂട്ട്, റഷ് ടുവേർഡ്സ്, ജേർണി അല്ലെങ്കിൽ സംഭാവന ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക, രക്ഷപ്പെടുക, ഒളിച്ചോടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരിക. മേക്ക് ഓഫ് ആയി പോവല്ലേ, അപ്പൊ ഒളിച്ചോടുക അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക. അപ്പൊ മേക്ക് ഓഫ്. മേക്ക് ഫോർ കോൺട്രിബ്യൂട്ട്, മേക്ക് ഫോർ അല്ലേ, അങ്ങോട്ട് കൊടുക്കല്ലേ, മേക്ക് ഫോർ കോൺട്രിബ്യൂട്ട്. മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് ആയി പോയി, ഒളിച്ചിരിക്കുകയാണ്. എസ്കേപ്പ്, ഒളിച്ചോടുക, രക്ഷപ്പെടുക. നെക്സ്റ്റ് മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെ, മനസ്സിലാക്കി കൊടുക്കാണ്. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്, അങ്ങനെ പഠിച്ചു വെക്കാം. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് മേക്ക് ഓവർ. നമുക്കറിയാം മേക്ക് ഓവർ നമ്മളിപ്പോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വേർഡ് ആണ് അല്ലെ. പലരുടെയും മേക്ക് ഓവേഴ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്, മാറ്റമാണ്. മേക്ക് ഓവർ, ടു ചേഞ്ച്, ടു ട്രാൻസ്ഫോം, ടു കൺവെർട്ട്. ഒരാളെ വേറെന്തോ ആക്കി മാറ്റുന്നതാണ്, അല്ലെങ്കിൽ അയാൾ ഓൾറെഡി ഉണ്ടായിരുന്ന രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലോട്ട് മാറ്റി ചേഞ്ചസ് ഒക്കെ വരുത്തുന്നതാണല്ലോ മേക്ക് ഓവർ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. മേക്ക് ഓവർ, ടു ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ടു കൺവെർട്ട്. ഓർത്ത് വെക്കണേ. മേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട്, മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് ആയി പോയി, എസ്കേപ്പ്, ഒളിച്ചോടുക, മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്, അതുപോലെ തന്നെ മേക്ക് ഓവർ, ടു ചേഞ്ച്, ട്രാൻസ്ഫോം, കൺവെർട്ട്. ഓക്കെ, നെക്സ്റ്റ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ മേക്കപ്പ് ചെയ്യും, നമ്മൾ മേക്കപ്പ് ചെയ്യുക, അതിന് ആ ഒരു മീനിങ് ഉണ്ട്. അതല്ലാതെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് ചെയ്യുക, എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മേക്കപ്പ്, ഇൻവെന്റ്, കംപ്ലീറ്റ്. മേക്കപ്പ്, ഇൻവെന്റ്, കംപ്ലീറ്റ്. നെക്സ്റ്റ് മേക്കപ്പ് ഫോർ, എന്തെങ്കിലും മേക്കപ്പ് ചെയ്യണം അല്ലെ, അതിന് നമ്മൾ എന്താ? കോമ്പൻസേറ്റ് ചെയ്യുക. മേക്കപ്പ് ഫോറിന്റെ മീനിങ് എന്താണ്? കോമ്പൻസേറ്റ് ഫോർ. മേക്കപ്പ് ഫോർ, കോമ്പൻസേറ്റ് ഫോർ. ഒന്നുകൂടി പറയാം, വേഗം പറഞ്ഞ് എന്റെ കൂടെ പഠിച്ചു പറഞ്ഞേ. മേക്ക് ഫോർ കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ റഷ് ടുവേർഡ്സ്, യാത്ര പോവുക അല്ലെങ്കിൽ സംഭാവന നൽകുക. മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് അല്ലെങ്കിൽ ഒളിച്ചോടുക. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഓവർ, ടു ചേഞ്ച്, ടു ട്രാൻസ്ഫോം, ടു കൺവേർട്ട്. മേക്കപ്പ് ഇൻവെന്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേറ്റ് ചെയ്യുക. മേക്കപ്പ് ഫോർ, അവരേക്ക് മേക്കപ്പ് ഫോർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കോമ്പൻസേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ടേണിൽ തുടങ്ങുന്ന ഒരു 4-5 നമുക്ക് പഠിച്ചു വെക്കാം. ടേണിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബ്സ്. ഒന്നാമത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും, ടേൺ ഡൗൺ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക, നിരസിക്കുക. ടേൺ ഡൗൺ, റെഫ്യൂസ് ഓർ റിജക്ട്. നെക്സ്റ്റ് ടേൺ ഓഫ്, അതെല്ലാവർക്കും അറിയാം. ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഫംഗ്ഷനിങ്ങും അതിന്റെ ഓപ്പോസിറ്റ് ആണ് ടേൺ ഓൺ അല്ലെ. അതെന്താണ്? അത് സ്റ്റാർട്ട് ഫംഗ്ഷനിങ്ങുമാണ്. ടേൺ ഓഫ് സ്റ്റോപ്പ് ഫംഗ്ഷനിങ്, ടേൺ ഓൺ സ്റ്റാർട്ട് ഫംഗ്ഷനിങ്. ടേൺ ഡൗൺ, റെഫ്യൂസ് ഓർ റിജക്ട്. ടേൺ ഡൗൺ ആയിപ്പോയി, റെഫ്യൂസ് ചെയ്തപ്പോൾ അവനങ്ങ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ടേൺ ഡൗണിന്റെ മീനിങ് എന്താണ്? റെഫ്യൂസ് ചെയ്തു അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. ടേൺ ഔട്ട്, അങ്ങനെ ടേൺ ഔട്ട് ആയിട്ട് വന്നു. നമ്മൾ മേക്ക് ഔട്ട് പഠിച്ചു, മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ് ആണെന്ന് പഠിച്ചു. ടേൺ ഔട്ട് എന്താണ്? അസംബിൾ ചെയ്യുക, അസംബിൾ ചെയ്ത് വരിക, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് വരിക, അല്ലെങ്കിൽ പ്രൂവ്ഡ് ആക്കുക, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുക, തെളിയിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് വരുന്നത് ടേൺ ഔട്ട്. പഠിച്ചു വെക്കണേ. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. ടേൺ ഔട്ട് വരുമ്പോഴെന്താണ്? അസംബിൾഡ് അല്ലെങ്കിൽ മാനുഫാക്ചേർഡ് അല്ലെങ്കിൽ പ്രൂവ്ഡ്. അസംബിൾഡ്, മാനുഫാക്ചേർഡ് ഓർ പ്രൂവ്ഡ്, അതാണ് ടേൺ ഔട്ട്. എക്സാമിന് ചോദിച്ചതാണ് ഇതൊക്കെ. ഓക്കെ, ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവർ. ടേൺ ഓവർ, ടേൺ ഓവർ ചെയ്തു, അദ്ദേഹം ഈ ഒരു പ്രൈസ് ഹാൻഡ് ഓവർ ചെയ്തു. ടേൺ ഓവർ ചെയ്തു എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഹാൻഡ് ഓവർ ചെയ്തു, കൈമാറ്റം ചെയ്തു. നെക്സ്റ്റ് ടേൺ അപ്പ്. ടേൺ അപ്പ്, അതിന്റെ ലാസ്റ്റ് അപ്പ് വെച്ചിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. ടേൺ അപ്പ് എന്നല്ലേ പറഞ്ഞ് എത്തിച്ചേർന്നു അല്ലെ. ടേൺ അപ്പ്, അപ്പിയർ.
ടേൺ അപ്പ് അപ്പിയർ, ടേൺ അപ്പ് അപ്പിയർ ആക്സിഡന്റലി എന്ന് നമുക്ക് പറയാം, ആകസ്മികമായിട്ട്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് വരാം, അപ്പിയർ ചെയ്യുക എന്നുള്ള മീനിങ് വരാം, അതുപോലെ തന്നെ ആക്സിഡന്റൽ ആയിട്ട് ആകസ്മികമായിട്ട് എന്താണ് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് ഫ്രേസൽ വെർബാണ് യൂസ് ചെയ്യാറുള്ളത്? ടേൺ അപ്പ്. ഒന്നും കൂടി ടേൺ തുടങ്ങുന്ന പറയാം. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്യൂസ് ഓർ റിജക്റ്റ്. ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് ഫംഗ്ഷനിങ്. ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട് ഫംഗ്ഷനിങ്. നെക്സ്റ്റ് turn out, assembled or manufactured or proved. Next, turn over, hand over. Last one, turn up, appear or ആക്സിഡന്റലി അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ടേൺ അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് ഫ്രേസൽ വെർബേ പഠിച്ചിട്ടുള്ളൂ, അത് രണ്ട് കൃത്യമായിട്ട് പഠിക്കാം. മേക്ക് വരുന്ന 6 ഫ്രേസൽ വെർബ്സും മേക്ക് ചേർന്ന് വരുന്നത്, ടേൺ ചേർന്ന് വരുന്നത്, ഈ പറഞ്ഞ ബാക്കിയുള്ള 7 എണ്ണവും നമ്മൾ 6 എണ്ണവും കൂടി പഠിച്ചു വെച്ചു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫോറിൻ വേർഡ്സ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഫോറിൻ വേർഡ്സ്, അത് നമുക്ക് ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം. എയിൽ തുടങ്ങുന്ന ഏതൊക്കെ ഫോറിൻ വേർഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, ബിയിൽ തുടങ്ങുന്ന ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, സി അങ്ങനെ ഒരു ഓർഡറിൽ നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, ഒന്നാമത്തത് അഡ്ഹോക്ക്. എല്ലാവർക്കും അറിയായിരിക്കും അഡ്ഹോക്ക്. അഡ്ഹോക്ക് മീനിങ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് അല്ലെ. അഡ്ഹോക്ക് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ചെയ്യുന്ന സംവിധാനത്തിനൊക്കെ എങ്ങനെയാ പറയാ? അഡ്ഹോക്ക്. ഒരു സ്പെഷ്യൽ കാര്യത്തിനായിട്ട്, ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, അഡ്ഹോക്ക്. അഡ്ഹോക്ക് ഓക്കെ, അതൊരു അഡ്ഹോക്ക് ഇതൊരു ഗ്രീക്ക് വേർഡാണ്. അതായത് പ്രധാനമായിട്ടും ഫോറിൻ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് വേർഡ്, ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഇങ്ങനെയൊക്കെയാണ് ഫോറിൻ വേർഡ്സ് വരാറുള്ളത്. അപ്പൊ അഡ്വോക്ക് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വേർഡാണ്, അതൊന്നും പഠിച്ചു വെക്കേണ്ട, പക്ഷെ അതിന്റെ മീനിങ് പഠിച്ചു വെക്കാം. ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അന്നോ ഡോമിനി കേട്ടിട്ടുണ്ടാവും. അന്നോ ഡോമിനി ഇതൊരു ലാറ്റിൻ വേർഡാണ്. അന്നോ ഡോമിനി ഇൻ ദ ഇയർ ഓഫ് ലോഡ്. ഇൻ ദ ഇയർ ഓഫ് ലോഡ്, നമ്മൾ പറയത്തില്ലേ ദൈവത്തിന്റെ ലോകത്ത് അല്ലെങ്കിൽ ദൈവികമായ സമയത്ത്, അല്ലെങ്കിൽ ഇൻ ദ ഇയർ ഓഫ് ലോഡ്. അപ്പൊ അന്നോ ഡോമിനി ഇൻ ദ ഇയർ ഓഫ് ലോഡ്, ദൈവിക വർഷത്തിൽ എന്നൊക്കെ നമുക്ക് പറയാം. അന്നസ് മിറാബിലിസ്, മറക്കല്ലേ, അന്നസ് മിറാബിലിസ്. അന്നസ് മിറാബിലിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒക്കെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇയർ ഓഫ് വണ്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു ഇതിന് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കുറെ നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷത്തെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാനായിട്ട് അന്നസ് മിറാബിലിസ് എന്ന് പറയാം. അന്നസ് ആൻഡ് കേൾക്കുമ്പോഴേ ഓർക്ക് ആനുവലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാർഷികമാണല്ലോ, അപ്പൊ വർഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്ന ആനുവലി എന്ന് പറഞ്ഞാൽ വർഷമാണ് അല്ലെ. ആൻ എന്ന് പറഞ്ഞാൽ ആനുവലി വർഷമാണ്, പഠിച്ചു വെക്കാൻ എളുപ്പവഴി അതേ ഉള്ളൂ. ഈ പറഞ്ഞ ആനുവലി എന്ന് പറഞ്ഞാൽ വർഷമാണ്. അപ്പൊ ഡോമിനി, ഡോം എന്നൊക്കെ പറയുമ്പോൾ ഗോഡ് ആണെന്ന് വിചാരിക്കുക. ഡോമിനി എന്ന് പറയുമ്പോൾ ഗോഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇൻ ദ ഇയർ ഓഫ് ലോഡ് ആണ് അന്നോ ഡോമിനി. അതുപോലെ തന്നെ ആനസ്, വീണ്ടും ആൻ വന്നു അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഇയർ ആണ്, ആനുവലി എന്നുള്ളൊരു മീനിങ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. മിറാബിലിസ്, എന്തൊക്കെയോ മിറാക്കിൾസ് സംഭവിക്കുന്നു. മിറാബിലിസ്, മിറാക്കിൾസ്, അത്ഭുതങ്ങൾ, വണ്ടേഴ്സ്. അപ്പോ ഇയർ ഓഫ് വണ്ടേഴ്സ്. അന്നസ് മിറാബിലിസ് എന്താണ്? വണ്ടേഴ്സ് അല്ലെ, മിറാക്കിൾസ് ആനുവലി, മിറാക്കിൾസ് ആനുവലി. അങ്ങനെ ഓർത്ത് വെക്കാം. അല്ലാതെ ഇത് പഠിച്ചു വെക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യണം. ഈ 2 വഴിയേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക. ആൻ കേൾക്കുമ്പോഴേ അന്നോ, ആനസ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന് ആനുവലി എന്നൊരു മീനിങ് നമ്മൾ കൊടുക്കുക വേർഡ്. ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരുന്നു. ഓക്കെ, അന്നോ ഡോമിനി എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് ലോഡ്. ആനസ് മിറാബിലിസ് എന്ന് പറയുമ്പോൾ ആനുവലി മിറാബിലിസ്, മിറാക്കിൾസ്, അത്ഭുതങ്ങൾ അല്ലെ. അപ്പോ എ ഇയർ ഓഫ് വണ്ടേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ആന്റി മെരിഡിയൻ. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ആന്റി മെരിഡിയൻ അല്ലെ, എം ആന്റി മെരിഡിയൻ. ബിഫോർ നമ്മൾ ഷോർട്ട് ഫോം എപ്പോഴും ഉപയോഗിക്കാറുള്ളതല്ലേ എം. ആന്റി മെരിഡിയൻ ആണ് ബിഫോർ നോൺ, ഉച്ചയ്ക്ക് മുമ്പാണ് അല്ലെ. ആന്റി മെരിഡിയൻ എം. ഓക്കെ, നെക്സ്റ്റ് ഔ റിവോയിർ. ഔ റിവോയിർ എന്ന് പറഞ്ഞാൽ ഇതൊരു പറഞ്ഞ ഫ്രഞ്ച് വേർഡാണ്. ഔ റിവോയിർ ടിൽ വി മീറ്റ് എഗെയിൻ. നമ്മൾ പറയല്ലേ വി വിൽ മീറ്റ് എഗെയിൻ അല്ലെ എന്നൊക്കെ പറയും നമുക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരാളെ കണ്ടിട്ട് തിരിച്ച് പോകുന്നതിന് മുമ്പ് പറയാം നമ്മൾ വീണ്ടും കാണും എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതുപോലെ ഔ റിവോയറിന്റെ മീനിങ് എന്താണ് ശരിക്കും? ഔ റിവോയർ ടിൽ വി മീറ്റ് അഗെയിൻ. നമ്മൾ വീണ്ടും കാണുന്നത്, വീണ്ടും സന്ധിക്കും വരെ എന്നൊക്കെ പറയത്തില്ലേ, ബൈ ബൈ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇനി പറയാം. ഇനി പറഞ്ഞ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും പറയാൻ പറ്റും. ഔ റിവോയർ ടിൽ വി മീറ്റ് അഗെയിൻ അല്ലെ. ഔ റിവോയർ ബൈ എന്ന് പറയാം അല്ലെ. ടിൽ വി മീറ്റ് അഗെയിൻ, ഔ റിവോയർ ബൈ. ഓക്കെ, till we meet again. Next,
അൽമാ മാറ്റർ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അൽമാ മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾ പണ്ട് പഠിച്ച സ്കൂളിലോ കോളേജിലോ ഒക്കെ സന്ദർശിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് എന്താണ്, അൽമാ മാറ്റർ. അപ്പോൾ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ പറഞ്ഞ വേറെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിനെയാണ് അൽമാ മാറ്റർ. ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി വീണ്ടും യൂണിവേഴ്സിറ്റിയോ സ്കൂളോ ഒക്കെ സന്ദർശിക്കുന്നതാണ് അൽമാ മാറ്റർ എന്ന് പറയാം. ഗ്രാജുവേറ്റ്സ് ഇൻ റെഫറിങ് ടു ദി യൂണിവേഴ്സിറ്റി വേർ ദേ സ്റ്റഡീഡ്. അപ്പോൾ അവർ പഠിച്ച ആ യൂണിവേഴ്സിറ്റിയിലേക്ക് വീണ്ടും പോകുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇങ്ങനെ പറയുക അൽമാ മാറ്റർ. അപ്പോൾ ആ റിവോയർ എന്തായിരുന്നു, ടിൽ വി മീറ്റ് അഗെയിൻ ആൽമാ മാറ്റർ. ആൽമാ മാറ്റർ ആണ് ഗ്രാജുവേറ്റ്സ് ആയിട്ടിരുന്ന വ്യക്തികൾ അവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വീണ്ടും പഠിക്കുന്ന കാര്യത്തിനല്ല, കോളേജിലേക്കല്ല, യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോകുന്നതാണ് ഈ പറഞ്ഞ അൽമാ മാറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്യൂമോണ്ടെ. ബ്യൂമോണ്ടെ, BEAUMONDE, ബ്യൂമോണ്ടെ. ബ്യൂമോണ്ടെ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫാഷനബിൾ വേൾഡ്, ഫാഷനബിൾ ആയിട്ടുള്ള വേൾഡ് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ബ്യൂമോണ്ടെ, ദ ഫാഷനബിൾ വേൾഡ്. നെക്സ്റ്റ് ബെല്ലാഡോണ. ബെല്ലാഡോണ നല്ല പേരല്ലേ, അപ്പൊ നല്ല കേൾക്കുമ്പോൾ ഒരു എന്തോ ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ എ പ്രെറ്റി വിമൺ, ഒരു നല്ല വിമൺ, ഒരു ഇറ്റാലിയൻ വേർഡാണിത്. ബെല്ലാഡോണ, എ പ്രെറ്റി വിമൺ. ബെല്ലാഡോണ, എ പ്രെറ്റി വിമൺ. നെക്സ്റ്റ് ബില്ലറ്റ് ഡുവോക്സ്. ബില്ലറ്റ് ഡുവോക്സ് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് തോന്നും, പക്ഷെ ഇതിന്റെ മീനിങ് എന്താ, ലവ് ലെറ്റർ. ബില്ലറ്റ് ഡുവോക്സ്, എ ലവ് ലെറ്റർ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പറയാനുള്ള അവസരം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ മതി, ലവ് ലെറ്റർ എന്ന് പറയണ്ട, ബില്ലറ്റ് ഡുവോക്സ് എന്ന് പറഞ്ഞാൽ മതി അല്ലെ. ബില്ലറ്റ് ഡുവോക്സ് ആണ് എ ലവ് ലെറ്റർ. അതുപോലെ തന്നെ ബോണാമി. ബോണാമി എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡാണ്. ഇതിന്റെ മീനിങ് എ ഗുഡ് ഫ്രണ്ട് എന്നാണ്. അപ്പോൾ എ ഗുഡ് ഫ്രണ്ട്, ഒരു നല്ല ഫ്രണ്ടിനെ നമുക്ക് എങ്ങനെ വിളിക്കാം, ബോനാമി. അപ്പൊ നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ഏതാ, അദ്ദേഹത്തിന്റെ പേരിനി മാറ്റിക്കോളൂ, എങ്ങനെ പറയാം, ബോനാമി എന്ന് പറയാം. ബോനാമി, എ ഗുഡ് ഫ്രണ്ട്. നെക്സ്റ്റ് ബോണാഫീഡെ. ഇത് എല്ലാവർക്കും അറിയായിരിക്കും ബോണാഫീഡെ അല്ലെ, എന്താ ഇൻ ഗുഡ് ഫെയ്ത്ത്, എന്താ വിശ്വസ്തയോടെ അല്ലെ, അങ്ങയുടെ വിശ്വസ്തനായ, അങ്ങനെയൊക്കെ നമ്മൾ ചേർക്കുന്ന ഒരു വേർഡാണ് ഇത് ബോണാഫീഡെ. ബോണാഫീഡെ ഓപ്പോസിറ്റ് എന്താണ്, മാലാഫീഡെ അല്ലെ. അത് തൽക്കാലം ബോണാഫീഡെ പഠിച്ചു വെക്കുക. ബോണാഫീഡെ ഇൻ ഗുഡ് ഫെയ്ത്ത്, മാലാഫീഡെ ഇൻ ബാഡ് ഫെയ്ത്ത് ആണ് അല്ലെ. ബോണാഫീഡെ ഇൻ ഗുഡ് ഫെയ്ത്ത്. ബോൺ വോയേജ്. ഇനി ആരെങ്കിലും യാത്ര പോകുമ്പോൾ നിങ്ങളോട് ഞാൻ പോവാണ്, പോയിട്ട് വരാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാ വിഷ് ചെയ്യേണ്ടത്, ഹാപ്പി ജേർണി എന്നല്ല വിഷ് ചെയ്യേണ്ടത്, പകരം എങ്ങനെ വിഷ് ചെയ്യുക, ബോൺ വോയേജ്. അപ്പോൾ എ ഗുഡ് ജേർണി ടു യു, ഹാപ്പി ജേർണി എന്നാണ് ബോൺ വോയേജിന്റെ മീനിങ്. ബോൺ വോയേജിന്റെ മീനിങ് എന്താണ്, ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി, എ ഗുഡ് ജേർണി ടു യു. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം. ad hoc for a special purpose. ad hoc for a special purpose, എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനായി. anno domini in the year of lord, ദൈവ ദിനത്തിൽ എന്നൊക്കെ നമുക്ക് ദൈവവാർഷികത്തിൽ എന്നൊക്കെ നമുക്ക് പറയാം. annus mirabilis, annus mirabilis, a year of വണ്ടേഴ്സ്, മിറാക്കിൾസ്. ആന്നസ് കണ്ടല്ലോ, അപ്പൊ ആനുവൽ ഓർത്തോണെ, മിറാബിൾസ്, എ ഇയർ ഓഫ് വണ്ടേഴ്സ്. നെക്സ്റ്റ് ആന്റി മെരിഡി എന്ന് പറഞ്ഞാൽ ബിഫോർ നൂൺ, ഔ റിവോയർ, ടിൽ വി മീറ്റ് അഗെയിൻ അല്ലെ, ടിൽ വി മീറ്റ് അഗെയിൻ. ആൽമാ മാറ്റർ, എ ഗ്രാജുവേറ്റ് ഇൻ റെഫറിങ് ടു ദി യൂണിവേഴ്സിറ്റി വേർ ദേ സ്റ്റഡീഡ്. ഓക്കെ, നെക്സ്റ്റ് ബ്യൂമോണ്ടെ. ബ്യൂമോണ്ടെ എന്ന് പറഞ്ഞാൽ the fashionable world. ബ്യൂമോണ്ടെ, the fashionable world. ബെല്ലാഡോണ, a pretty woman ആണ്, ഡോണ എന്നാണ് പേര് കേട്ടോ, ബെല്ലാഡോണ, a pretty woman. ബില്ലറ്റ് ഡുവോക്സ്, a love letter. ബില്ലറ്റ് ഡുവോക്സ്, a love letter. ബോനാമി, a good friend. ബോനാമി, a good friend. ബോണാഫീഡെ, in good faith. ബോൺ വോയേജ്, ഹാപ്പി ജേർണി. അപ്പോ നിർത്തുന്നു. ഇപ്പൊ നോക്കൂ, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങള് ആന്റണിയും സിനണിംസ്, 10 ആന്റണിയും അതുപോലെ 10 സിനണിം, അതുപോലെ ഫോറിൻ വേർഡ്സ്, 2 പ്രധാനപ്പെട്ട ഫ്രേസൽ വേർബ്സ്. എത്രയും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് നല്ല മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റിൽ പറഞ്ഞ ഫോറിൻ വേർബ്സിന്റെ പോലെ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിലായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ എനിക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ ഇടാനുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ ഇത് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.